നമ്മൾ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്ത യൂണിറ്റ് നമുക്ക് നോക്കാം. യൂണിറ്റ് 4 ആണ് നെക്സ്റ്റ് വരുന്നത്. യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത് മെട്രിക്സസിൻ്റെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷനും അതേപോലെ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുമാണ് നമ്മൾ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷനും അതേപോലെ റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി അത്യാവശ്യം 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് എലമെൻ്ററി ഓപ്പറേഷൻസ് ഓൺ മെട്രിക്സ്. അപ്പോൾ നമ്മുടെ ഈ മെട്രിക്സിനകത്ത് നമ്മൾ നടത്തുന്ന എന്താണ് എലമെൻ്ററി ഓപ്പറേഷൻസിനെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. മെയിൻലി 6 ടൈപ്പ് ഓഫ് മെട്രിക്സ് ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. അതിൽ 3 റോയ്ക്കും 3 കോളത്തിനുമാണ് ചെയ്യുന്നത്. ടോട്ടൽ 6 ഓപ്പറേഷൻ ഉണ്ട്. 3 റോയ്ക്കും അതേപോലെ 3 കോളത്തിനും ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ദ ഇൻ്റർചേഞ്ച് ഓഫ് എനി 2 റോസ് ഓർ 2 കോളം സിംബോളിക്കലി ഡിനോട്ടഡ് ആസ് RI ഇൻ്റർചേഞ്ചസ് ടു RJ ഓർ CI CJയെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ 2 ഓപ്പറേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒരെണ്ണം റോയിലും 1 കോളത്തിലും ചെയ്യുന്നതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റോയ്ക്ക് ചെയ്യുന്നത്, അതായത് RIയും RJയും ഇൻ്റർചേഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് ഇപ്പം നമുക്കൊരു മെട്രിക്സ് തരിക, മെട്രിക്സ് 3 6 9 0 3 6 -2 4 8. അപ്പം ഈ മെട്രിക്സിന് റോസും കോളംസും ഉണ്ടാവും. റോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, കോളംസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെന്ന് പറയുന്ന R1, അതായത് ഫസ്റ്റ് റോയാണ്. അതായത് 3 6 9 എന്നുള്ളതൊരു ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് എലമെൻ്റ് ആണ്, അത് ഫസ്റ്റ് റോ. നെക്സ്റ്റ് 0 3 6 എന്നുള്ളത് സെക്കൻഡ് റോ ആൻഡ് -2 4 8 എന്ന് പറയുന്നത് തേർഡ് റോ. ഇപ്പോൾ ഫസ്റ്റ് റോയെ R1, സെക്കൻഡ് റോയെ R2, തേർഡ് റോയെ R3 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൽ ഓപ്പറേഷൻ, അതായത് റോസ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ R1ഉം R2ഉം തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ RIയും RJയും ഇൻ്റർചേഞ്ച് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ Iയുടെ സ്ഥാനത്ത് 1ഉം Jയുടെ സ്ഥാനത്ത് 2, അതായത് R1ഉം R2ഉം ഇൻ്റർചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ എന്ത് വരും, R1ൻ്റെ സ്ഥാനത്ത് ആര് കയറി വരും, R2 വരും. R2ൻ്റെ സ്ഥാനത്ത് ആര് കയറി വരും, R1 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ R2 എന്ന് പറയുന്നത് 0 3 6 അല്ലേ, അത് R1ൻ്റെ പ്ലേസിൽ വരും. ദെൻ R1 ആയ 3 6 9 എന്നുള്ളത് R2ൻ്റെ പ്ലേസ് വരും. നമ്മുടെ R3ക്ക് ഒരു ചേഞ്ചും ഇല്ല, അതേപോലെ തന്നെ നിൽക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് റോസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. ഇനി R2ഉം R3യും തമ്മിലും ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് വരിക, R2ഉം R3യും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ R2ൻ്റെ പൊസിഷനിൽ ആര് കയറി വരും, R3 വരും. R3യുടെ പൊസിഷനിൽ R2ഉം വരും. R1ന് എന്തെങ്കിലും ചേഞ്ച് വരുമോ, ഇല്ല. R1 അതേപോലെ 3 6 9 എന്ന് പറയുന്നത് തുടരും. നമ്മുടെ R3 ആയ -2 4 8 R2ൻ്റെ പ്ലേസിലേക്ക് വരും. നമ്മുടെ R2 ആയ 0 3 6 എവിടേക്ക് പോകും, R3യുടെ പ്ലേസിലേക്ക് പോകും. ഇതേപോലെ തന്നെ നമുക്ക് R1ഉം R3യും ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇതാണ് ആദ്യത്തെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. റോസ് തമ്മിൽ എന്ത് ചെയ്യുന്നു, ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഈ സെയിം രീതിയിൽ നമുക്ക് കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അതാണ് CIയും CJയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സ് തന്നെ എടുക്കാം. 3 6 9 0 3 6 -2 4 8 എന്ന് പറയുന്നൊരു ഈ മെട്രിക്സ് തന്നെ എടുക്കുന്നു. അപ്പോൾ ഇതിന് 3 കോളംസ് അല്ലേ ഉള്ളത്. വെർട്ടിക്കൽ ലൈൻസ് ഓഫ് എലമെൻറ്റ്സ് 3 ഇത് C1, ഇത് C2, ഇത് C3, 3 കോളംസ് ഉണ്ട്. ഇതിൽ നമുക്ക് C1ഉം C2ഉം തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്ത് വരും, C1ൻ്റെ സ്ഥാനത്ത് C2 വരും, C2ൻ്റെ സ്ഥാനത്ത് C1 വരും. അപ്പം C1ൻ്റെ സ്ഥാനത്ത് ആരാ വരുന്നത്, C2 വരും. അതായത് 6 3 4 എന്നുള്ളത് C1ലേക്ക് വരും. അതേപോലെ തന്നെ 3 0 -2 എന്നുള്ളത് C2യിലേക്ക് വരും. നമ്മുടെ C3ക്ക് ഒരു ചേഞ്ചും ഇല്ല, അതേപോലെ തന്നെ നിൽക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ്
C1ഉം C3യും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. എന്ത് സംഭവിക്കും? C1ൻ്റെ സ്ഥാനത്ത് ആര് കയറി വരും? C3 വരുമെന്നേ ഉള്ളൂ. ഇവിടെ C3 എന്ന് പറയുന്നത് 968 അല്ലേ, 968 അവിടെ വരും. നമ്മുടെ C2ന് ഇവിടെ വലിയ റോളില്ല, കാരണം C1ഉം C3യും തമ്മിലാണ് ഇൻ്റർചേഞ്ച് നടക്കുന്നത്. സോ ഈ C2ന് റോളില്ല, അത് അതേപോലെ തന്നെ നിൽക്കും. 6 3 4 അതേപോലെ നിൽക്കും. പിന്നെ നമ്മുടെ C1 C3യിലേക്ക് പോകും, അതായത് 3 0 -2 എന്ന് പറയുന്നത് C3യിലേക്ക് വന്നു. അതേപോലെ നമുക്ക് C2ഉം C3യും ഇൻ്റർചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത് റോസും കോളംസും തമ്മിലുള്ള ഇൻ്റർചേഞ്ച് ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് ഇത്. അപ്പോൾ നമ്മൾ ഇനി എലമെൻ്ററി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ റോസ് ഇൻ്റർചേഞ്ച് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്ത് ചെയ്യുക. രണ്ടും കൂടി ചെയ്യാൻ നിൽക്കരുത്, ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ ആദ്യത്തെ 2 ഓപ്പറേഷൻസ് പഠിച്ചല്ലോ, റോസും കോളംസും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതാണ് ആദ്യത്തെ 2 ഓപ്പറേഷൻ. ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് എനി റോ ഓർ എനി കോളം ബൈ എ നോൺ സീറോ നമ്പർ സിംബോളിക്കലി ഡിനോട്ടഡ് ആസ് RI ഇൻ്റർചേഞ്ചസ് ടു എന്തായി മാറും? KRJ, അല്ലെങ്കിൽ CI ഇൻ്റർചേഞ്ച് ടു KCJ. ഓക്കെ, നെക്സ്റ്റ് 2 ഓപ്പറേഷൻസ് ആണ് വരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണ് വരുന്നത്. ഏതെങ്കിലും ഒരു റോയോ കോളമോ നമുക്ക് ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് ത്രൂ ഔട്ട് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. 1 2 3 4 2 1 5 10 0 ഇതെന്ന് പറയുന്ന ഒരു മെട്രിക്സാണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ R2 എന്ന് പറയുന്ന റോയിനെ നമുക്ക് എന്താക്കാൻ പറ്റും? 2R2 ആക്കാനായിട്ട് പറ്റും. അതായത് R2വിനെ നമ്മളൊരു നോൺ സീറോ നമ്പറായ 2 കൊണ്ട് എന്ത് ചെയ്യുന്നു? ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മൾ R2യിൽ ഒരു എലമെൻറ്റിനെ മാത്രമല്ല 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആ റോ ഫുള്ളായിട്ട് ചെയ്യണം. അതായത് നമ്മുടെ മെട്രിക്സ് എങ്ങനെ വരും? R1 അതേപോലെ 1 2 3 അതേപോലെ തന്നെ നിൽക്കും. നമ്മുടെ R2 എന്തായി മാറുക ചെയ്യുന്നത്? 2R2 ആകും. അതായത് R2 സെക്കൻഡ് റോയിലെ എല്ലാ എലമെൻറ്റ്സിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 4 × 2 8 വരും, 2 × 2 4 വരും, 1 × 2 2 വരും. പിന്നെ R3 അതേപോലെ തന്നെ നിൽക്കും, 5 10 0 എന്ന് നിൽക്കും. അപ്പം നമ്മളിവിടെ എന്താ ചെയ്തത്? ഒരു സ്കെയിലാറുമായിട്ട്, അതായത് ഒരു നോൺ സീറോ വാല്യൂ ആയിട്ട് ഒരു റോയെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്താണ്? ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കണം. നോൺ സീറോ വാല്യൂ എന്ന് പറയുമ്പോൾ 2 ആവാം, -1 നെഗറ്റീവ് നമ്പേഴ്സ് വരാം, ഇനി ഫ്രാക്ഷൻസ് വരാം, 1/2 എന്നുള്ള ഫ്രാക്ഷൻസ് വരാം, അങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും വരാം. പക്ഷെ ഒരു സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒരു നോൺ സീറോ വാല്യൂ കൊണ്ട് മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഓപ്പറേഷൻ വരുന്നത്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കോളത്തിനും പറ്റും. ഇപ്പോൾ ഈ സെയിം മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ C1നെ എന്താക്കി മാറ്റുന്നു? 5 C1 ആക്കി മാറ്റുക എന്ന് വെച്ചോ. അതായത് ഫസ്റ്റ് കോളത്തിനെ നമ്മൾ ത്രൂ ഔട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? ഇവിടെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് 1 4 5 ആണ്. അപ്പോൾ അതിനെ ത്രൂ ഔട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 5 5 വരും. നെക്സ്റ്റ് 4 × 5 20 വരും. ദെൻ 5 × 5 25 വരും. ബാക്കി 2 കോളത്തിന് ഒരു ചേഞ്ചും ഇല്ല, അതേപോലെ തന്നെ എഴുതുന്നു. അപ്പോൾ ഇതാണ് കോളത്തിൻ്റെ ഓപ്പറേഷൻ. ഓക്കെ, ഇതാണ് എത്രാമത്തെ? 4ാമത്തെ ഓപ്പറേഷനാണ് കോളത്തിന് വരുന്നത്. അപ്പം 4 ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? നെക്സ്റ്റ് വരുന്നത് the addition to the elements of any rows or columns, the corresponding elements of any other rows or columns multiplied by any non-zero number symbolically denoted as RI എന്തായി മാറുന്നു? RI plus KRJ, അല്ലെങ്കിൽ CI എന്തായി മാറുന്നു? CI plus KCJ ആവുന്നു. അതായത്
നമുക്ക് ഒരു മെട്രിക്സ് തരിക. മെട്രിക്സ് 1 2 3 -2 4 8 0 3 6. ഇതിനെ നമുക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഇപ്പം ഇത് R1, ഇത് R2, ഇത് R3. R2 ചേഞ്ചസ് ടു R2 + 2R1. ഈ ഒരു രീതിയിൽ നമ്മൾ എന്താണ് മെട്രിക്സിൽ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതെങ്ങനെയാണ് നോക്കിയേ. R2നെ എന്താക്കി മാറ്റുക? R2ൻ്റെ കൂടെ 2R1 ആഡ് ചെയ്യുന്നു. അതാണ് നമ്മുടെ പുതിയ R2 എന്ന് പറയുന്നത്. നമുക്ക് കിട്ടാൻ പോകുന്ന മെട്രിക്സിൻ്റെ R2. അപ്പം നമുക്ക് ഈ R1ഉം R3യും ഒരു ചേഞ്ചും ഇല്ല, അത് തന്നെ വരും. R1 അത് തന്നെ വരും. നമുക്ക് 2R1 എന്നുള്ളത് സെപ്പറേറ്റ് ഒന്ന് എഴുതി വെക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാനുള്ള ചാൻസ് കുറവായിരിക്കും. പിന്നെ നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് എളുപ്പം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2R1നെ നമുക്ക് എങ്ങനെ എഴുതാം? 2R1നെ 1 × 2 2 വരും, 2 × 2 4 വരും, 3 × 2 6 വരും. ഇതാണ് നമ്മുടെ 2R1 എന്ന് പറയുന്നത്. നമുക്ക് എന്താ വേണ്ടേ? R2ഉം 2R1കൂടെ പ്ലസ് ചെയ്യുന്നതാണ് നമ്മുടെ പുതിയ R2. അപ്പം ഇവിടെ നോക്കിക്കേ, ഇത് -2 അല്ലേ? ഈ -2ൻ്റെ കൂടെ എന്ത് ചെയ്യണം? 2R1 ഈ പ്ലേസിലുള്ള 2 ആഡ് ചെയ്യുന്നു. അപ്പം -2 + 2 എന്ത് വരും? 0 വരും. നെക്സ്റ്റ് R2 എന്ന് പറയുന്നത് 4. ഈ 4ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഈ 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 8. നെക്സ്റ്റ് ഇവിടെ R2 8 ആണ്. ഈ 8ൻ്റെ കൂടെ ഈ സ്ഥാനത്ത് 2R1ൻ്റെ സ്ഥാനത്തുള്ളത് 6 ആണ്. 8 + 6 എന്ത് വരും? 14 വരും. അപ്പോൾ പുതിയ R2 എന്ത് കിട്ടി? 0 8 14 കിട്ടി. നമ്മുടെ R3ക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല, അത് തന്നെ എഴുതി. അപ്പം നമ്മുടെ പുതിയ മെട്രിക്സ് എങ്ങനെ കിട്ടി? ഈ ഒരു ഫോമിൽ കിട്ടി. ഇതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കോളത്തിൻ്റെ ഓപ്പറേഷനും ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ്? C1 ചേഞ്ചസ് ടു C1 + 7 C2, അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ലാസ്റ്റ് ഓപ്പറേഷൻ വരുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെ രീതിയിൽ ഒരു മെട്രിക്സിനെ എലമെൻ്ററി ഓപ്പറേഷൻ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിനി മെട്രിക്സിൻ്റെ റാങ്ക് ഒക്കെ കണ്ടുപിടിക്കാൻ വരുമ്പോൾ നമ്മൾ ഈ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു മെട്രിക്സിൻ്റെ എലമെൻ്ററി ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. Let A is equal to matrix 2 4 -1 1. Apply elementary transformation R1 gives R1/2 in the matrix A. സിമ്പിൾ ഒരു പ്രോബ്ലം ആണ്. എന്ത് ചെയ്താൽ മതി? R1നെ എന്താക്കണം? നമുക്ക് കിട്ടാൻ പോകുന്ന മെട്രിക്സ് ഉണ്ടല്ലോ, ഈ A എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ എന്താക്കിയാൽ മതി? ഈ R1 എന്നുള്ളത് പുതിയ മെട്രിക്സ് ആകുമ്പോൾ R1 / 2 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ R1 എന്ന് പറയുന്നത് ആരാ? 2ഉം 4ഉം ആണ് ആണല്ലോ. ഇത് R1ഉം ഇത് R2 ആണ്. ഇപ്പോൾ റോ ഓപ്പറേഷനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ R1നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 2/2 എന്ത് വരും? 1 വരും. 4/2 എന്ത് വരും? 2 വരും. R2ന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? R2ൻ്റെ കാര്യം ഒന്നും പറയുന്നില്ല. അപ്പോൾ സെയിം -1 1 എഴുതുക. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് റോ എക്ലിയൻ ഫോം. അപ്പോൾ ഇത് പഠിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാൻ നേരം ഇത് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് മനസ്സിലാക്കി വെക്കുന്നത്. അപ്പോൾ റോ എക്ലിയൻ ഫോം, ഒരു മെട്രിക്സ് തന്നിട്ട് നിങ്ങളോട് ആ ഒരു മെട്രിക്സ് റോ എക്ലിയൻ ഫോമിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യുക. ആ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് റോ എക്ലിയൻ ഫോമിലാണെന്ന് പറയാനായിട്ട് പറ്റും. ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നോൺ സീറോ നമ്പർ ഇൻ എ റോ ഷുഡ് ബി 1. അതായത് ഒരു റോയിലെ ഫസ്റ്റ്
നോൺ സീറോ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇപ്പം ഈ എക്സാമ്പിളിൽ തന്നെ നോക്കിയാൽ അറിയാം, ഇവിടുത്തെ ആദ്യത്തെ റോ എന്ന് പറയുന്നത് 1 2 3 ആണ്. അതിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് ഏതാ? 1 ആണല്ലോ. അപ്പം അതാണ് കണ്ടീഷൻ. അതായത് ഒരു മെട്രിക്സിലെ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് നോൺ സീറോ നമ്പർ ഇൻ എ റോ. ആ റോയിലെ ഫസ്റ്റ് നോൺ സീറോ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ 1 വന്നു. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനിയുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതേപോലെ അടുത്ത റോ നോക്കാം. ഇവിടെ 0 1 4 ആണ് കേട്ടോ. 0 1 4. അടുത്ത റോ നോക്കുമ്പോഴും ഇതാണല്ലോ R2 എന്ന് പറയുന്ന റോയെ. R2 എന്ന് പറയുന്ന റോ നോക്കുമ്പോഴും ഇതിലെ ഫസ്റ്റ് നോൺ സീറോ എന്ന് പറയുന്നത് ഫസ്റ്റ് 0 വന്നിരിക്കുന്നത്. ഫസ്റ്റ് നോൺ സീറോ എന്ന് പറയുന്നത് 1 വന്നിരിക്കുന്നത്. അപ്പോൾ അതും സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. മൂന്നാമത്തെ റോ പിന്നെ ഫുൾ സീറോസ്. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ആ ഒരു എലമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീഡിങ് എലമെൻറ്റ്. ലീഡിങ് എലമെൻറ്റ് എന്നാണ് വിളിക്കുക. ആ ഫസ്റ്റ് നോൺ സീറോ നമ്പർ, ഒരു റോയിലെ ഫസ്റ്റ് നോൺ സീറോ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീഡിങ് എലമെൻറ്റ് എന്ന്. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നോൺ സീറോ റോസ് ആർ എബവ് റോസ് ഹാവിങ് ഒൺലി 0. അതായത് ഇവിടെ നോക്കിക്കേ, ഈ ഒരു R3 എന്ന് പറയുന്ന റോയിൽ ഫുൾ സീറോസാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഫുൾ സീറോസ് വരുന്ന റോ എന്ന് പറയുന്നത് എപ്പോഴും ലാസ്റ്റിലായിരിക്കണം. അതായത് നോൺ സീറോ റോസ് എല്ലാം എന്തിൻ്റെ മുകളിലായിരിക്കണം? 0 റോസിന് മുകളിലായിരിക്കണം. അതായത് ഇപ്പോൾ 1 2 3 0 0 0 0 1 4 ഇങ്ങനെ വരാൻ പാടില്ല. കാരണം ഇവിടെ എന്ന് പറയുന്നത് എന്താ? 0 റോയുണ്ട്. അതെന്ന് പറയുന്നത് രണ്ടാമതാണ് കിടക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഒരു നോൺ സീറോ റോ കിടപ്പുണ്ട്. അങ്ങനെ കിടക്കാൻ പാടില്ല. ഈ 0 റോ എന്ന് പറയുന്നത് എപ്പോഴും താഴെയായിരിക്കണം കിടക്കുന്നത്. അതായത് നോൺ സീറോ റോസ് എപ്പോഴും ഈ 0 റോസിന് മുകളിലായിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെട്രിക്സ് എന്താണെന്ന് പറയാം? റോ എക്ലിയൻ ഫോം ആണെന്ന് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇവിടെ എന്താ 3 റോസ് ഉണ്ട്. R1 R2 R3 എന്ന് പറയുന്ന 3 റോസ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. ലീഡിങ് എലമെൻറ്റ് 1 തന്നെയാണ്. സെക്കൻഡ് റോ നോക്കുകയാണെങ്കിലും ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഓക്കെ. ഇനി അടുത്തതിലേക്ക് വരുമ്പോഴും ഇവിടെയും 1, ഇത് 1 ആണ് കേട്ടോ. 1 തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ. അപ്പം ലീഡിങ് എലമെൻറ്റ്സ് എല്ലാം തന്നെ എന്താണ്? 1 വരുന്നു. നെക്സ്റ്റ് ഇവിടെ 0 റോസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ കണ്ടീഷൻ നോക്കേണ്ട കാര്യമില്ല. അപ്പം റോ എക്ലിയൻ ഫോം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് റോ എക്ലിയൻ ഫോം. നമ്മുടെ റോ എക്ലിയൻ ഫോം പോലെ തന്നെയാണ്, എക്സ്ട്രാ ഒരു കണ്ടീഷൻ കൂടി ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ റോ എക്ലിയൻ ഫോമിൻ്റെ കണ്ടീഷൻ എല്ലാം തന്നെ ഈ റെഡ്യൂസ്ഡ് റോ എക്ലിയൻ ഫോമിൽ വരും. അതായത് ഫസ്റ്റ് നോൺ സീറോ നമ്പർ ഇൻ ദ റോ ഷുഡ് ബി 1. അതായത് ലീഡിങ് എലമെൻറ്റ് 1 ആയിരിക്കണം. അതേപോലെ 0 റോസ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിരിക്കണം വരേണ്ടത്. നോൺ സീറോ റോസ് ഒക്കെ 0 റോസിന് മുകളിലായിരിക്കണം വരേണ്ടത്. ഇനി എക്സ്ട്രാ ഉള്ള ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ലീഡിങ് എലമെൻറ്റ് ഇൻ എനി റോ മസ്റ്റ് ബി ദ ഒൺലി നോൺ സീറോ വാല്യൂ ഇൻ ദാറ്റ് കോളം. അതായത് ഇവിടെ നോക്കിയേ, ഈ R1ലെ ലീഡിങ് എലമെൻറ്റ് 1 അല്ലേ? അപ്പം ഇതാണ് ഇവിടുത്തെ ലീഡിങ് എലമെൻറ്റ്. R1ലെ ലീഡിങ് എലമെൻറ്റ് 1 ആണ്. അപ്പം ഈ ഒരു ലീഡിങ് എലമെൻറ്റിൻ്റെ കോളം നോക്കുകയാണെങ്കിൽ ആ ലീഡിങ് എലമെൻറ്റ് മാത്രമാണ് അവിടുത്തെ ഒരു നോൺ സീറോ വാല്യൂ ആയിട്ട് വരുന്നത്. ബാക്കി രണ്ടും എന്താണ്? 0 വരുന്നത്. അപ്പം അങ്ങനെ വരാൻ പാടുള്ളൂ. മനസ്സിലായോ? ഇനി R2 നോക്കുകയാണെങ്കിലും ഈ ഒരു റോയിൽ, R2 എന്ന് പറയുന്ന റോയിലെ ലീഡിങ് എലമെൻറ്റ് ഇതാ ഈ 1 ആണ്. ആ 1ന് നേരെയുള്ള ഈ ഒരു കോളം നോക്കുകയാണെങ്കിൽ ആ 1 മാത്രമാണ് അവിടുത്തെ
എന്താ നോൺ സീറോ വാല്യൂ, ബാക്കി രണ്ടും എന്താണ് സീറോയാണ്. അപ്പോൾ എക്സ്ട്രാ വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ലീഡിങ് എലമെൻറ്റ് വരുന്ന ഒരു റോയിൽ ലീഡിങ് എലമെൻ്റ് ഉണ്ടാവും. ആ ലീഡിങ് എലമെൻറ്റിൻ്റെ കോളം വൈസ് നോക്കുമ്പം ആ ലീഡിങ് എലമെൻറ്റ് മാത്രമേ അവിടെ എന്തായിട്ടുണ്ടാവാൻ പാടുള്ളൂ, ഒരു നോൺ സീറോ വാല്യൂ ആയിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. 1 1 -1 3 0 1 -2 4 0 0 0 0. ഇത് നോക്കിയേ, ഇത് ഒരു റെഡ്യൂസ്ഡ് റോ എക്ലിയൻ ഫോം ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തേ. നമുക്ക് നോക്കാം. ഇവിടുത്തെ ലീഡിങ് എലമെൻറ്റ് 1 ഉണ്ട്, ഇവിടുത്തെ ലീഡിങ് എലമെൻറ്റ് 1. 0 റോ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റാണ് കിടക്കുന്നത്. ഇതൊരു റോ എക്ലിയൻ ഫോം ആണെന്ന് നമുക്ക് മനസ്സിലായി. റെഡ്യൂസ്ഡ് റോ എക്ലിയൻ ഫോം ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? നോക്കിയേ, ഈ R1 ലീഡിങ് എലമെൻറ്റ് ഈ 1. ഈ 1ൻ്റെ കോളം എടുക്കുമ്പം ആ 1 മാത്രമേ ഉള്ളൂ നോൺ സീറോ ആയിട്ട്. നെക്സ്റ്റ് നോക്കിക്കേ, ഈ R2 ലീഡിങ് എലമെൻറ്റ് ഈ 1. പക്ഷേ ഇതിൻ്റെ കോളം നോക്കുമ്പം ഇതുമുണ്ട്, ഇതും 2 നോൺ സീറോ വാല്യൂസ് ഉണ്ട്. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയോ? ഇല്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു റെഡ്യൂസ്ഡ് റോ എക്ലിയൻ ഫോം അല്ല എന്ന് പറയാനായിട്ട് പറ്റും. അപ്പം ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. A = മെട്രിക്സ് 0 1 2 1 1 2 3 2 3 1 1 3 ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്താക്കി മാറ്റണം? റോ എക്ലിയൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റോ എക്ലിയൻ ഫോമാണ്. ഈ മെട്രിക്സിനെ നമ്മൾ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷനൊക്കെ വെച്ച് എന്താക്കി മാറ്റണം? റോ എക്ലിയൻ ഫോം ആക്കി മാറ്റണം. ഇത് കണ്ടാൽ തന്നെ അറിയാം, അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കും ഇതൊരു റോ എക്ലിയൻ ഫോം അല്ല. കാരണം നോക്കിക്കേ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 0 വന്നിരിക്കുന്നത്. അങ്ങനെ വരാൻ പാടില്ല. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് എപ്പോഴും 1 വരാൻ പാടുള്ളൂ. അതുകൊണ്ട് A എന്ന് പറയുന്ന ഒരു റോ എക്ലിയൻ ഫോം അല്ല. അപ്പം നമുക്ക് അവിടെ 1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടേക്ക് നോക്കിയേ, ഈ R2 എന്ന് പറയുന്നത് 1 തുടങ്ങുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ R2ഉം R1ഉം തമ്മിൽ ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത സംഭവം സെറ്റല്ലേ? നോക്കാം. R1 ഇൻ്റർചേഞ്ചസ് ടു R2 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ A എന്ന് പറയുന്ന മെട്രിക്സ് എന്തായി മാറും? R2 R1ൻ്റെ സ്ഥാനത്ത് വരും. അപ്പോൾ R2 എന്ന് പറയുന്നത് 1 2 3 2 ആണ്. അത് R1ൻ്റെ സ്ഥാനത്ത് വന്നു. R1 ആയ 0 1 2 1 R2ൻ്റെ സ്ഥാനത്ത് വന്നു. നമ്മുടെ R3ക്ക് ചേഞ്ച് ഒന്നുമില്ല, അവൻ അവിടെ തന്നെ നിന്നു. ഓക്കെ, ഇനി നോക്കിയേ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 വന്നല്ലോ, സെറ്റായല്ലോ. ഇനി അടുത്ത പ്രതിസന്ധി എന്താ ഉള്ളത്? ഈ R2 നോക്കിയാലും ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് എന്ന് പറയുന്നത് 1 വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 1 ഉണ്ടല്ലോ, ഫസ്റ്റ് ലീഡിങ് എലമെൻറ്റിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കണം സെക്കൻഡ് റോയിലെ ലീഡിങ് എലമെൻറ്റ് വരാനായിട്ട്. ഓക്കെ, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെയും 1 വന്നിരിക്കുന്നത്, അതപ്പോൾ കുഴപ്പമില്ല. ഇനി എവിടെയാണ് കുഴപ്പമുള്ളത്? അതായത് ഇവിടെ R2 ലീഡിങ് എലമെൻറ്റ് 1 വന്നിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് R3 വരുമ്പോൾ നമ്മുടെ ലീഡിങ് എലമെൻറ്റ് ഇവിടെ ആയിരിക്കണം വരേണ്ടത്, ഈ ഒരു സ്ഥാനത്ത്. അതായത് ഈ 1ൻ്റെ റൈറ്റ് സൈഡിലായിരിക്കണം ഈ 1 വരേണ്ടത്. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ 3ഉം 1ഉം ഉള്ളത് കൊണ്ട് ഇവിടുത്തെ ഫസ്റ്റ് R3 ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഇവിടെ 3 വരുന്നത്. അങ്ങനെ വരാൻ പാടില്ല. കാരണം R2ൻ്റെ ലീഡിങ് എലമെൻറ്റ് എവിടെയാണോ വരുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ R3യുടെ ലീഡിങ് എലമെൻറ്റ് വരാൻ പാടുള്ളൂ. അതായത് ഈ 3ഉം 1ഉം നമുക്കൊരു ഭീഷണിയാണ്. അവരെ 2 പേരെ നമുക്ക് എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. അപ്പോൾ അവരെ 0 ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇവനെ 0 ആക്കണം, ഈ 3യെ 0 ആക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ R3യും R1ഉമായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം
എന്താണ് R3യും R2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0യാ. അപ്പോൾ 0യുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും 0യെ വരത്തുള്ളൂ, നമുക്കൊരു ചേഞ്ച് വരുത്താനായിട്ട് പറ്റില്ല. പിന്നുള്ളത് നമ്മുടെ ഈ R1 ആണ്. അപ്പോൾ R1ഉം R3യും തമ്മിൽ എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു 3യെ നമുക്ക് 0 ആക്കി മാറ്റാൻ പറ്റും. എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? R3യെ നമുക്ക് R3 മൈനസ് ഈ 3യിൽ നിന്ന് എന്ത് പോയാലാണ് നമുക്ക് 0 കിട്ടുക? 3 തന്നെ പോയാലാണ് 0 കിട്ടുക. അപ്പോൾ ഇവിടെ 1 ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 3 ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 3 ചെയ്താൽ 1 × 3 3 ആവുമല്ലോ. 3R1 ചെയ്താൽ പോരെ? നമ്മൾ ഒരാൾക്ക് വേണ്ടി മാത്രം ചെയ്യത്തില്ല, നമ്മൾ പറഞ്ഞു നമ്മൾ എൻ്റെ റോയ്ക്കാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഥാനത്ത് ഈ 3യുടെ സ്ഥാനത്ത് ആരെ കിട്ടും? 0 കിട്ടും അല്ലേ? അപ്പം നമ്മുടെ A എന്ന് പറയുന്നത് എന്തായി മാറും? നമ്മുടെ R1ഉം R2 അതേപോലെ എഴുതാം. 1 2 3 2 0 1 2 1. നെക്സ്റ്റ് എന്ത് വരും? നമ്മുടെ R3 എന്ന് പറയുന്നത് ഇവിടെ 3യാണ്. 3 മൈനസ് 3R1 3 ഇൻറ്റു R1 എന്ന് പറയുന്നത് ഇവിടെ 1 അല്ലേ? 1 3 മൈനസ് 3 എന്ത് വരും? 0 വരും. നെക്സ്റ്റ് ഇവിടെ 1 അല്ലേ? 1 മൈനസ് 3 ഇൻറ്റു R1 1ൻ്റെ മുകളിലുള്ള R1 2 ആണ്. അതായത് 1 മൈനസ് 6 എന്ത് വരും? -5 വരും അല്ലേ? ഇവിടെ -5. ദെൻ ഇവിടെ 1 ആണ്, അതായത് 1 ആണ്. 1 മൈനസ് 3 ഇൻറ്റു ഇവിടെ R1ൻ്റെ സ്ഥാനത്ത് 3 1 മൈനസ് 9 എന്ത് വരും? -8 വരും. നെക്സ്റ്റ് ഇത് 3 ആണ്. 3 മൈനസ് 3 ഇൻറ്റു ഇവിടെ എന്താണ്? R1ൻ്റെ സ്ഥാനത്ത് 2. അപ്പോൾ 3 മൈനസ് 6 -3 എന്ന് വരും. ഓക്കെ, അപ്പോൾ അവിടെ സെറ്റായി. ഇനി നമുക്ക് എന്താ മാറ്റേണ്ടത്? ലീഡിങ് എലമെൻറ്റ് ഇവിടെ 1 ഇവിടെ 1. ഇനി എന്താ മാറ്റേണ്ടത്? ഇനി മാറ്റേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ലീഡിങ് എലമെൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ വേണം ഇനി ലീഡിങ് എലമെൻറ്റ് വരാൻ. അതായത് ഈ -5 എന്ന് പറഞ്ഞ ആളെ നമുക്ക് എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. അപ്പോൾ ഈ -5നെ 0 ആക്കാൻ എന്ത് ചെയ്യണം? ഇത് R3 ആണ്, ഇത് R2 ആണ്, ഇത് R1 ആണ്. അതിനെ മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് -5 അതിനെ 0 ആക്കാൻ -5ൻ്റെ കൂടെ എന്ത് ചെയ്താൽ നമുക്ക് 0 കിട്ടും? -5ൻ്റെ കൂടെ ഒരു 5 ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. പക്ഷേ ഇതിന് മുകളിലായിട്ട് ഇവിടെ 1ഉം ഇവിടെ 2 ആണ് ഉള്ളത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ 1ൻ്റെ കൂടെ ഇൻറ്റു 5 ചെയ്താൽ ഇവിടെ 5 ആയി മാറും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഈ -5ഉം ഇവിടെ കിട്ടുന്ന 5ഉം കൂടെ ആഡ് ചെയ്താൽ 0 ആയി പോകത്തില്ലേ? അതായത് നമ്മുടെ ഓപ്പറേഷൻ എങ്ങനെ വരും? R3 ഗീവ്സ് R3 പ്ലസ് 5R2 ചെയ്താൽ മതി. ഓക്കെ, ആദ്യമൊക്കെ ഇച്ചിരി പ്രയാസം തോന്നും. നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ നമ്മുടെ R1 എന്ന് പറയുന്നത് 1 2 3 2, നമ്മുടെ R2 0 1 2 1, നമ്മുടെ R3 ആണ് ചേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു 0 എന്താണ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ 0 ആയതുകൊണ്ട് തന്നെ ഈ 2 റോസ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ ഒരു non-zero വാല്യൂ വരത്തില്ല, 0 തന്നെ വരത്തുള്ളൂ. അതായത് R3 പ്ലസ് 5R2 എന്ന് പറഞ്ഞാൽ ഇവിടെ 0 പ്ലസ് 5 ഇൻറ്റു ഇത് 0 അല്ലേ? 0 വരും. അതായത് 0 തന്നെ വരത്തുള്ളൂ. ആ 0 നമുക്കൊരിക്കലും എന്താണ് മാറ്റാനും പറ്റില്ല. അതേസമയം ഈ R1 കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ R3യും R1ഉം കൂടെ ഓപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ എന്താ ഒരു non-zero വാല്യൂ വന്നേനെ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? R2ഉം R3യും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്തത്. നെക്സ്റ്റ് എന്ത് വരും? R3 പ്ലസ് 5R2 -5 പ്ലസ് 5 ഇൻറ്റു R2 1 എന്ത് വരും? 0 വരും. നെക്സ്റ്റ് എന്ത് വരും? ഇവിടെ -8 ആണ്. -8 പ്ലസ് 5 ഇൻറ്റു ഇത് 2. അപ്പം -8 പ്ലസ് 10 എന്ത് വരും? 2 എന്ന് വരും. നെക്സ്റ്റ് എന്ത് വരും? -3 പ്ലസ് 5 ഇൻറ്റു 1 എന്ന് വരും. അതായത് 2 എന്ന് വരും. അപ്പം നമുക്ക് എന്ത് കിട്ടി? A എന്ന് പറയുന്ന മെട്രിക്സ് ഇങ്ങനെ കിട്ടി. ഇനി നോക്കിയേ,
ഇവിടെ ലീഡിങ് എലമെൻറ്റ് 1 ആണ്, അടുത്ത ലീഡിങ് എലമെൻറ്റ് ഇവിടെ 1 ആണ്. അതായത് ഈ 1ൻ്റെ റൈറ്റ് സൈഡിലാണ് അടുത്ത റോയിലെ ലീഡിങ് എലമെൻറ്റ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ എന്താക്കി മാറ്റണം? 1 ആക്കി മാറ്റണം. അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതി? R3യെ നമുക്ക് R3/2 ചെയ്താൽ മതിയല്ലോ. 2/2 1 ആയി പൊക്കോളുമല്ലോ. അപ്പോൾ നമ്മുടെ A ഇങ്ങനെ വരും 1 2 3 2. R1 വരും, R2 0 1 2 1 എന്ന് വരും. R3 0/2 0 0/2 0 2/2 1 വരും, ഇവിടെ 1 വരും. അപ്പോൾ ഇവിടുത്തെ ലീഡിങ് എലമെൻറ്റ് 1, ഇവിടുത്തെ 1, അതേപോലെ ഇവിടുത്തെ 1 വന്നു. ഓക്കെ, അതായത് എ എന്ന് പറയുന്നത് എന്തായി മാറി? ഒരു റോ എക്ലിയൻ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഈ മെട്രിക്സിനെ നമുക്ക് റെഡ്യൂസ്ഡ് റോ എക്ലിയൻ ഫോമിലേക്ക് മാറ്റണം ഇതിനെ. അപ്പോൾ റെഡ്യൂസ്ഡ് റോ എക്ലിയൻ ഫോമിലേക്ക് മാറ്റാനായിട്ട് എവിടെയാണ് നമുക്ക് എന്താണ് ഈ മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്ലിയൻ ഫോം അല്ലാതായി മാറുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ലീഡിങ് എലമെൻറ്റ് 1 തന്നെയാണ്. അതേപോലെ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് നെക്സ്റ്റ് ലീഡിങ് എലമെൻറ്റ് വന്നിരിക്കുന്നത്, അതിൻ്റെ റൈറ്റ് സൈഡിലാണ് നെക്സ്റ്റ് ലീഡിങ് എലമെൻറ്റ് വന്നിരിക്കുന്നത്. അതേപോലെ നോൺ സീറോ റോസ് എല്ലാം ഈ 0 റോയുടെ മുകളിലുമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു കണ്ടീഷൻ കൂടിയാണുള്ളത്. ഈ R1ൻ്റെ ലീഡിങ് എലമെൻറ്റ് ഈ 1, അതിനെ കോളം വൈസ് നോക്കുമ്പം അത് മാത്രമാണ് നോൺ സീറോ വാല്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. R2ൻ്റെ ലീഡിങ് എലമെൻറ്റ് ഈ 1, അതിനെ കോളം വൈസ് നോക്കുമ്പം അത് മാത്രമാണ് നോൺ സീറോ വാല്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. R3യുടെ ലീഡിങ് എലമെൻറ്റ് ഇതാ, അതിനെ കോളം വൈസ് നോക്കുമ്പം അത് മാത്രമാണോ നോൺ സീറോ വാല്യൂ? ഇവിടെ ഒരു 1 വരുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് എന്ത് ഈ ഒരു മെട്രിക്സ് റെഡ്യൂസ്ഡ് റോ എക്ലിയൻ ഫോം അല്ലാതാവുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താക്കണം? ഈ ആളിനെ കൂടി നമ്മൾ എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. അപ്പം നമ്മുടെ A ഒന്നുകൂടെ എടുത്ത് എഴുതാം. 1 0 0 0 0 1 1 0 0 0 1 0 0 0 0 0 എന്ന്. അപ്പം ഇതാണ് നമ്മുടെ A. അപ്പം നമുക്ക് മാറ്റേണ്ടത് ഇയാളെ നമുക്ക് എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. അപ്പം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് ചെയ്യണം? ഇത് R1, ഇത് R2, ഇത് R3, ഇത് R4. അപ്പം ഇവിടെ നോക്കിയേ, നമുക്ക് R2ഉം R3യും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മുടെ ഈ 1-നൊരു ചേഞ്ച് വരാൻ പാടില്ല, ഈ 1-നും ചേഞ്ച് വരാൻ പാടില്ല. ആ ഒരു രീതി വേണം നമ്മൾ ഈ 1-നെ 0 ആക്കി മാറ്റാൻ. എങ്ങനെ മാറ്റാം? R2 R3 കുറച്ചാൽ പോരെ? R2 ചേഞ്ചസ് ടു R2 മൈനസ് R3 ചെയ്ത് നോക്കി എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. R1 1 0 0 0 തന്നെ വന്നു. R2 എന്താ? R2 മൈനസ് R3 ആയി. അപ്പോൾ 0 മൈനസ് 0 0 വന്നു, 1 മൈനസ് 0 1 വന്നു. ഇവിടെ 1 മൈനസ് 1 എന്തായി? 0 ആയി. 0 മൈനസ് 0 0 തന്നെ വന്നു. R3 എന്ന് പറയുന്നത് അത് തന്നെ എഴുതി, R4 എന്ന് പറയുന്നതും അത് തന്നെ എഴുതി. ഇനി നോക്കി, ഇത് റെഡ്യൂസ്ഡ് റോ എക്ലിയൻ ഫോം ആയോന്ന്. ലീഡിങ് എലമെൻറ്റ് ഇവിടെ 1, അതിൻ്റെ റൈറ്റ് സൈഡിലായ അടുത്ത ലീഡിങ് എലമെൻറ്റ്, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അടുത്ത ലീഡിങ് എലമെൻറ്റ് വന്നു. 0 റോ എന്ന് പറയുന്ന ഏറ്റവും താഴെയായിട്ട് വന്നു. ഇനി R1ൻ്റെ ലീഡിങ് എലമെൻറ്റ് ഈ 1 ആണ്, അതിനെ കോളമൈസ് നോക്കിയപ്പോൾ അത് മാത്രമേ ഉള്ളൂ നോൺ സീറോ വാല്യൂ. R2ൻ്റെ ലീഡിങ് എലമെൻറ്റ് ഈ 1, അതിനെ കോളമൈസ് നോക്കിയപ്പോൾ അത് മാത്രമേ ഉള്ളൂ നോൺ സീറോ വാല്യൂ ആയിട്ടുള്ളത്. R3യുടെ ലീഡിങ് എലമെൻറ്റ് ഇതാ, അതിനെയും കോളമൈസ് നോക്കി അത് മാത്രമേ ഉള്ളൂ നോൺ സീറോ വാല്യൂ. ലാസ്റ്റ് ഒരു 0 റോ ആണുള്ളത്, അതിനെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെന്തായി മാറി? ഒരു റെഡ്യൂസ്ഡ് റോ എക്ലിയൻ ഫോമായിട്ട് മാറി. താങ്ക് യു.